നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ എടമുട്ടം പുളിഞ്ചോട് എന്ന സ്ഥലത്താണ്. നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇത് 1224 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു തറയുടെ പണിയാണ്. അത് സിമെൻ്റ് ഇല്ലാതെ, പൂർണ്ണമായും സിമെൻറ്റ് ഉപയോഗിക്കാതെ അടിച്ച് പാക്ക് ചെയ്ത ഒരു തറയാണ്. ഇതിൻ്റെ മേൽഭാഗം മാത്രമാണ് നമ്മൾ സിമെൻറ്റ് ഇട്ടിരിക്കുന്നത്, സൈഡൊന്നും അടച്ചു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ബെൽറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ചാറ് ഈ കല്ലിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി പോകാതിരിക്കും. അത് ഗ്രേവി, ഈ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ചാറ് ഇറങ്ങി പോകരുത്. ആ ബെൽറ്റിന് സ്ട്രോങ് കിട്ടണമെങ്കിൽ അതിൻ്റെ ചാറൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു ചരട് കനത്തിൽ പെരക്കനിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് നമുക്കൊരു 6 ചാക്ക് സിമെൻറ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇത് സൈഡ് അടയ്ക്കാനും ടോപ്പിലിടാനായിട്ട്. അത് വാർക്കയുടെ എംസാൻഡ് ഉപയോഗിച്ചിട്ടാണ് ടോപ്പിലിടുന്നത്. സൈഡ് നമ്മൾ തേപ്പിൻ്റെ എംസാൻഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 7 ചട്ടിക്ക് ഒരു ചട്ടി എന്ന അനുപാതത്തിലാണ് നമ്മൾ മേലെ പെരക്കനിടുന്നത്. സൈഡ് അടയ്ക്കുന്നത് 5 ചട്ടിക്ക് ഒരു ചട്ടി എന്ന കണക്കിനാണ് സിമെൻറ്റ്, ഒരു ചട്ടി സിമെൻറ്റിൻ്റെ കണക്കിനാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വർക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് സിമെൻറ്റ് ഇല്ലാതെ പണിതുള്ള ഗുണങ്ങൾ. അപ്പം പൂഴിമണ്ണിൽ നമ്മൾ ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ്, ഇതിപ്പോൾ റോഡ് ലെവലിൽ നിന്ന് ഒരു 8 അടി താഴ്ചയിലുള്ള ഒരു ഭൂമിയിൽ പണിത പണിയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും നന്നായി അടിച്ച് പാക്ക് ചെയ്ത് പരമാവധി ഞങ്ങൾ കഴിയുന്ന പരമാവധി ശീലമൊക്കെ കയറ്റി പണിതിട്ടുള്ളതാണ്. ധൈര്യമായിട്ട് ഈ സാധനം ലോഡ് കയറ്റാം, ഒരു ടെൻഷനും അടിക്കണ്ട. കാരണം ഞങ്ങൾ പറയാം, ഞങ്ങൾ കിഴക്കൻ ഭാഗത്തില്ല, അപ്പോൾ ഇത് പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയാം. പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുമ്പോൾ കടലോര മേഖലയാണ്. ഈ മേഖലയിൽ ഒരു ധാരണയുണ്ട്, സിമെൻറ്റിൽ പണിതില്ലെങ്കിൽ തറ ഉറക്കില്ല, പൊട്ടിപ്പോവും. അങ്ങനെയൊന്നുമല്ല സുഹൃത്തുക്കളെ. ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ സിമെൻ്റ് ആയാലും ശരി, സിമെൻറ്റ് ഇല്ലെങ്കിലും ശരി, തറ പൊട്ടും. അടിഭാഗം സ്ട്രോങ്ങായിട്ട് ചെയ്യണം. അപ്പോൾ ഭൂമി ബലമുണ്ടോ എന്ന് ആദ്യം പരിശോധിച്ചിട്ട് അതിനെ ബലപ്പെടുത്തിയിട്ട് വേണം ഏത് കരിങ്കല്ലായാലും കോൺക്രീറ്റ് ആയാലും ഇത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ തറ ഇരിക്കും. അതിന് മേലെ ബേസ്മെൻറ്റ് സിമെൻറ്റിൽ പണിതിട്ടോ സിമെൻറ്റ് ഇല്ലാണ്ട് പണിതിട്ടോ അല്ലെങ്കിൽ ബെൽറ്റ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അടിത്തറ നന്നായിട്ട് ചെയ്യണം. അടിത്തറ ഇരിക്കുന്ന അടിഭാഗം കറക്റ്റാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഈ പണി ഇവിടെ അവസാനിക്കുകയാണ്. ഈ വർക്ക് നമുക്ക് തന്ന എൻജിനീയർ ഉണ്ടാവുന്നുണ്ട്, അതിൽ ജാസിം സാർ കൂടി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ ഈ ചെയ്ത വർക്കിൻ്റെ എക്സ്പീരിയൻസ്, ആൾക്ക് നമ്മൾ വർക്ക് കണ്ടിട്ട് തന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്, താല്പര്യമായോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം. സാറ് പരിചയം, ഇദ്ദേഹമാണ് നമുക്ക് വർക്ക് തന്നത്, ജാസിം. അപ്പോൾ ഇദ്ദേഹത്തിനോടും ചോദിക്കാം, സാറേ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വർക്കിനെ കുറിച്ച്? ആദ്യമായിട്ടാണ് നമുക്ക് അദ്ദേഹം ഈ വർക്ക് തന്നത്. മുമ്പൊരു വർക്ക് അയാൾ കണ്ടതിന് ശേഷം ഇതുപോലെ അടിച്ച് പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. യൂട്യൂബിലാണ് ആദ്യമായിട്ട് വർക്ക് കാണുന്നത്. അപ്പോൾ പുള്ളിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നത്, ഇതെൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി പണിയുന്ന വീടാണ്. മുൻപേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു, പക്ഷെ നമുക്ക് ക്വാളിറ്റിയിലൊട്ടും കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനെ കബീർ ഖാനായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇത് എത്രത്തോളം അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായത്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്, ക്വാളിറ്റീനെ. അങ്ങനെ കബീർ ഖാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വിചാരിച്ചതിലും വേറെ പല കാരണങ്ങളാൽ കുറച്ച് നീണ്ടെങ്കിലും വർക്ക് ഫിനിഷായി വന്നപ്പോൾ ക്വാളിറ്റി മാത്രമല്ല, കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് വർക്ക്. ശരിക്കും ഒരു ആർട്ട് തന്നെയാണ്. ഇനിയും തുടർന്ന് കബീർ ഖാന്റെ കൂടെ വർക്കുകൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും അതുപോലെ തന്നെയാണ്. സാറിൽ നിന്ന് നമുക്ക് ഇനിയും വർക്കുകൾ കിട്ടണം തന്നെയാണ് ആഗ്രഹം. അതുപോലെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ യാതൊരു ഉടായിപ്പ് എന്നൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഞാനല്ല ഇതിൻ്റെ അണിയറയിലുള്ള ആൾക്കാർ, ഞാനൊരു ആളെന്ന് വരും. പക്ഷേ ഇവിടെ ഈ വർക്ക് നന്നാക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. വിനു, വിജയേട്ടൻ വന്നേ. അപ്പോൾ നമ്മളുടെ ഈ വർക്ക് എത്രയും നന്നായി പോകുന്നതിൻ്റെ കാരണക്കാർ, ഇപ്പോൾ ഞാനെപ്പോഴും സൈറ്റിലുണ്ടാവില്ല, ചിലപ്പോൾ വേറെയും വർക്കുള്ളതുകൊണ്ട് പലയിടത്തേക്ക് പോകും. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ കൂടെ നിന്ന് പണി ചെയ്യുന്ന ആൾക്കാർ. ഇവരൊക്കെയാണ്, ഇത് മുൻപത്തെ വീഡിയോയിലുണ്ട്. ഇവരാണ് ഇപ്പോൾ ഈ തറ പണിതത്. ഇത് ഫുള്ള് പണിതത് പെരക്കനിട്ടതും സൈഡ് അടച്ചത് ഇവരാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഇവർക്കാണ്, എനിക്കല്ല. ഞാൻ പണിയില്ല എന്നല്ല, പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ ഇവിടെ വേറെയും സൈറ്റുകളുണ്ട്, പണിയുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ വർക്ക് നന്നായിട്ട് വരുന്നുണ്ട്. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിക്കുന്നുണ്ട്, അഭിപ്രായം ചോദിക്കുന്നുണ്ട്, വർക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പം ഈ കാണുന്നവരാണ് നമുക്ക് എൻ്റെ കൂടുതൽ കാലങ്ങളായിട്ടുള്ളതാണ്. വിനു, വിജയേട്ടൻ, അതുപോലെ ഹരീഷ്, ഗാന്ധി, ഒരാളവിടെ അതൊരു ഹരീഷ് എന്ന് പറഞ്ഞ ആൾ. അടുത്ത ആൾ ഇവിടെ നിൽക്കുന്നു, ജിതിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോ പിടിക്കുന്നതൊക്കെ ഇവനാണ്, ജിതിനാണ്. അപ്പോൾ ഇവിടെ ഈ വർക്ക് നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ നമ്മൾ പോയി വർക്ക് ചെയ്യാൻ
തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾ കോട്ടയം ജില്ലയിൽ പോയി പണിതിരുന്നു. അവിടെ നമുക്ക് താമസിക്കാനായിട്ട് അതിൻ്റെ ഓണർ വീടൊക്കെ ശരിയാക്കി തന്നിരുന്നു. അതൊരു 10-12 ദിവസം കൊണ്ട് 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വർക്ക് നമ്മൾ വളരെ നല്ല രീതിയിൽ ചെയ്ത് തീർത്തു. ഇനി കൊല്ലം ജില്ലയിലൊരു വർക്ക് ജനുവരിയിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം, സംസാരിച്ച് നമുക്ക് താല്പര്യമുള്ളവർക്ക് നമ്മളൊന്ന് ചെയ്തു തരാം. ഇനി മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊരു വർക്ക് പറഞ്ഞിട്ടുണ്ട്, അത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഉറപ്പിച്ചിട്ടില്ല. ആ വർക്ക് പണി ഉറപ്പിച്ചിട്ടുണ്ട്, ഏത് മാസമാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ വർക്കിൻ്റെ ഒരാളും കൂടി ഉണ്ട്, എൻജിനീയേഴ്സിൽ ഒരാളും കൂടി ഉണ്ട്, ആളെ പരിചയപ്പെടാൻ വരും. ഇവിടെ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടുള്ളൂ, എഞ്ചിനീയർ 2 പേരുണ്ടായിരുന്നു. 2 പേരുണ്ട്, ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു. ഒരാളും കൂടി ഇവിടെ ഉണ്ട്, അദ്ദേഹമാണ് അശ്വിൻ സാറ്. ഇദ്ദേഹം വീടിൻ്റെ ലൊക്കേഷനൊക്കെ കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ മോഡലൊക്കെ ഇദ്ദേഹമാണ് ചെയ്തത്. ഇവർ 2 പേരും കൂടിയിട്ടാണ് ഈ വർക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അശ്വിൻ സാറിൻ്റെ അഭിപ്രായം കൂടി നമുക്കൊന്ന് അറിയാം. നമ്മൾ ചെയ്ത വർക്ക് ആൾക്ക് തൃപ്തിയായിട്ടുണ്ടോ ഇല്ലയെന്ന് കൃത്യമായിട്ട് സാറ് പറഞ്ഞു. എന്ത് കുറവുകളുണ്ടെങ്കിൽ? കുറവുകളൊന്നുമില്ല, ഞാൻ തൃപ്തിയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പാക്ക് ചെയ്തതിനൊക്കെ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഇത് അത്രയും ഡിസൈൻ, അതായത് ഇപ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് പോലെ നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇവരുടെ. അപ്പോൾ ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ വളരെ നന്ദിയുണ്ട് സാറിൻ്റെ വാക്കുകൾ കൊണ്ട്. നമ്മൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഉള്ളുകൊണ്ട് മനസ്സ് നിറഞ്ഞു. ഇപ്പോൾ ഇവർ ആദ്യമായിട്ടാണ് ഇവർ എനിക്ക് വർക്ക് തരുന്നത്. കാരണം എന്നെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, നന്നായി ചെയ്യുമില്ലെന്ന്. പക്ഷേ അവർ നമ്മളെ ഏൽപ്പിച്ച് ഇവിടെ ഫുൾ ടൈം ഉണ്ടാവില്ല, അവർക്ക് വേറെയും വർക്കുകളുള്ള ആൾക്കാരാണ്, സൈറ്റുകൾ വേറെയുണ്ട്. അപ്പോൾ എന്നെ ഏൽപ്പിച്ച് തന്നത് എൻ്റെ വീട്, എൻ്റെ തറ എന്നുള്ള ലെവലിലാണ് ഞാനും എൻ്റെ പണിക്കാരും എൻ്റെ കൂടെ ഉള്ളവരും ചെയ്യുന്നത്. പണിക്കാരെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കൂടെ ഉള്ളവർ വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കരാർ ബേസാണ്, അത് ലോഡിനോ യൂണിറ്റിനോ ഒന്നുമില്ല, ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിനാണ്. അത് 60 രൂപയ്ക്കാണ് എടുത്തത്. പക്ഷേ ഇവിടെ കുറച്ച് ഫൗണ്ടേഷൻ കൂടുതൽ എടുക്കേണ്ടി വന്നുകൊണ്ട് നമുക്കത് 80 രൂപയായിട്ട് ഫൗണ്ടേഷൻ കൂരലടക്കം, അത് അസ്ഥിവാരം എടുക്കലടക്കം 85 രൂപയായിട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. കുറച്ച് താഴ്ച കൂടുതൽ വന്നു. അത് അവർ നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. വർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളും ഹാപ്പിയാണ്. ഇവിടെ നിന്നൊരു ലാഭമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വർക്കുകൾ ഉണ്ടാവണം. ഒരു പണി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5000, 2000, 5000, 10000 ലാഭം കിട്ടിയോണ്ട് അധികം നാളും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ വർക്ക് ഡെയിലി ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളെ, നമ്മൾ ഏത് നിർമ്മാണ മേഖലയിലുള്ള വ്യക്തികളായാലും ഒരു വർക്ക് കഴിയുമ്പോൾ കുറേ ലാഭം കിട്ടി, അതുകൊണ്ട് നമുക്ക് വർഷങ്ങളോളം ജീവിക്കാൻ പറ്റില്ല. പക്ഷേ വർക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക, അമിത ലാഭമില്ലാതെ. അപ്പോൾ നമുക്ക് നമ്മളെ ആശ്രയിച്ച് നമ്മളൊരു കുടുംബമുണ്ട്, നമ്മളെ ആശ്രയിച്ചൊരു കൂട്ടരുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചു പോകും. ഈ പണിയെടുത്ത വ്യക്തികളുണ്ട്, നമുക്ക് പണി തന്നത്, ഇപ്പോൾ എൻജിനീയേഴ്സ് ആയിക്കോട്ടെ, കോൺട്രാക്ട്, അവർക്കും ആ വർക്ക് നന്നാകുമ്പോൾ അവർക്കും നാളെ വേറെ വ്യക്തികൾ ഒരു വർക്ക് പിടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളൊരു നല്ല രീതിയിൽ ഒരു കൂട്ടായ്മയിൽ മുന്നോട്ട് പോയി എല്ലാ കാര്യങ്ങളും വിജയിക്കാവുന്നതാണ്. പണം മാത്രം നമ്മൾ നോക്കരുത്, നമുക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണം. പക്ഷേ അമിത പണം നമുക്ക് ആവശ്യമില്ല. എന്നാൽ നല്ല തൊഴിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ജീവിച്ച് പോകാൻ പറ്റും. അപ്പോൾ അമിത ലാഭം എടുക്കാതെ ആവശ്യമായ ഒരു ലാഭം ഉണ്ടല്ലോ, അതെന്തായാലും എല്ലാവർക്കും ആവശ്യമാണ്. പലക്കാരും ഓടി നടക്കുന്നതാണ്. അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോയാൽ നല്ല രീതിയിൽ നമുക്ക് വർക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ ആൾക്കാർ തേടി വരും, നമ്മളന്വേഷിച്ച് പോകേണ്ടി വരില്ല, നമ്മളെ ആൾക്കാർ തേടി വരും. അങ്ങനത്തെ ഇപ്പോൾ ഒരു വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നിവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വർക്ക് കാട്ടൂർ പഞ്ചായത്തിലാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇതുമായിട്ട് വരിക. നമസ്കാരം. ഗ്രൂപ്പ് ഫോട്ടോ